മോർണിംഗ്. കോർഡിനേഷൻ കെമിസ്ട്രി റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യം കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റിയാണ്. അപ്പം നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് നമ്മളിവിടെ അത് അല്ലാണ്ട് അധികമായിട്ട് പറയണില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളൊന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി, ബുക്കൊക്കെ ഒന്ന്. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സിന് രണ്ട് ടൈപ്പ് സ്റ്റെബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിയും കൈനറ്റിക് സ്റ്റെബിലിറ്റിയും. തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ML ബോണ്ടിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, ഈ രണ്ട് ടേംസ് ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്നത്. അതേസമയം കൈനറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിരുന്നു, റിയാക്ഷൻ മെക്കാനിസം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ കൈനറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരുന്നു കോർഡിനേഷൻ കോംപ്ലക്സിനെ പറഞ്ഞിരുന്നത്, ലബൈൽ ഓർ ഇനേർട്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ലബൈൽ ഇനേർട്ട് എങ്ങനെ, ലബൈലാണോ ഒരു കോംപ്ലക്സ് തന്നാൽ ലബൈലാണോ എന്നുള്ളത് അതിന്റെ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ കോൺഫിഗറേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്, വിത്ത് എക്സാമ്പിൾ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലബൈൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിയാക്ഷൻ തരുന്നത് എന്ന് പറഞ്ഞാൽ മോർ റിയാക്റ്റീവ് ആണ്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ സ്ലോലി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന കോംപ്ലക്സുകളെയായിരുന്നു നമ്മൾ ഇനേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം നമ്മൾ റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സിലേക്ക് കടക്കുമ്പോൾ എന്ന് മാത്രം. കോർഡിനേഷൻ കോംപ്ലക്സുകൾക്ക് ഒരുപാട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിഗാൻഡ്സ്, സോൾവോളിസിസ്, ആനേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, ഒരുപാട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കും. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സുകളാണ്. അതിൽ തന്നെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സും വേറെ വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതിൻ്റെ മെക്കാനിസംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസംസ്, പല രീതിയിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. അപ്പം ഇത് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമ്മൾ ഓർഗാനിക്കിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ, ഡിഗ്രി ക്ലാസ്സുകളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ ടൈപ്പ്, SN1, SN2 എന്ന് പറഞ്ഞാൽ ആദ്യം അസോസിയേഷൻ നടക്കുന്നത്, ആദ്യം ഡിസോസിയേഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള ടൈപ്പുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കേസിലും സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം വരുന്നത്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെ ഓർത്തിരിക്കണം എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കോർഡിനേഷൻ കോംപ്ലക്സിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. എൻറ്ററിങ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട്, ഇൻകമിങ് ലിഗാൻഡ്, ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ ഓർഗാനിക്കിൽ പറഞ്ഞത് ഓർമ്മയില്ലേ, അതുപോലെ ലിവിങ് ലിഗാൻഡ്, നമ്മൾ ലിവിങ് ഗ്രൂപ്പ് പറയാറില്ലേ, അതേപോലെ നമ്മളെ കോംപ്ലക്സിന്റെ പുറത്തേക്ക് പോകുന്ന ലിഗാൻഡും അകത്തേക്ക് വരുന്ന ലിഗാൻഡ്. പിന്നെ സ്പെക്ടാറ്റർ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ബാക്കി റെസ്റ്റ് ഓഫ് ദ ലിഗാൻഡ്, അവ ഉള്ളിലേക്ക് വരണമില്ല പുറത്തേക്ക് പോകണമില്ല, പക്ഷേ നമുക്ക് എവിടെയാണ് അതിന്റെ പൊസിഷൻ, വെൻ ലൊക്കേറ്റഡ് ഇൻ എ ട്രാൻസ് പൊസിഷൻ ഡെസിഗ്നേറ്റഡ് ആസ് ട്രാൻസ് ലിഗാൻഡ്, നമുക്ക് ട്രാൻസ് ആയിട്ട് കിടക്കുമ്പം അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലിഗാൻഡിനെ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ് ലിഗാൻഡ്സ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ട്രാൻസിൽ ലൊക്കേറ്റ് ചെയ്യുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആയി മാറും. അപ്പൊ ഇനിയും നമ്മൾ ഓരോ ടൈപ്പ്, നമുക്ക് 3 ടൈപ്പ് മെക്കാനിസം ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പറയാനുള്ളത്. അത് ഡിസോസിയേറ്റീവ് ടൈപ്പ് മെക്കാനിസം, അതിനെ നമ്മൾ D എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അസോസിയേറ്റീവ് ടൈപ്പ് മെക്കാനിസം, അതിനെ നമ്മൾ A എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ഇന്റർചേഞ്ച് മെക്കാനിസം, ഇന്റർചേഞ്ചിൽ തന്നെ ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് ഉണ്ട്, ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് ഉണ്ട്. അതിന് നമ്മൾ ക്യാപിറ്റൽ I എല്ലാം ക്യാപിറ്റൽ A, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ I. അതിൽ തന്നെ ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ I, സ്മോൾ d, ID. ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ I, സ്മോൾ a, IA എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡിഫറെൻറ്റ് പാത്വേസ് ഉണ്ട്. അതിൽ ഡിസോസിയേറ്റീവ് ഉണ്ട്, അസോസിയേറ്റീവ് ഉണ്ട്, ഇന്റർചേഞ്ച് ഉണ്ട്. ഇതിന്റെ പുറമെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്, അതാണ് കോൺജുഗേറ്റ് ബേസ് മെക്കാനിസം പറഞ്ഞ് വേറൊരു ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡിസോസിയേറ്റീവ് ടൈപ്പ്. ഡിസോസിയേറ്റീവ് ടൈപ്പിന്
SN1 സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും പറയാറുണ്ട്. SN1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ മെക്കാനിസം. അതാണ് SN1 മെക്കാനിസം എന്ന് പറയുന്നത്. ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിൽ ആദ്യം എന്താണ്, കോംപ്ലക്സിലുള്ള നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നിന്ന് എലിമിനേറ്റിംഗ് ലിഗാൻഡ് ആദ്യം എലിമിനേറ്റ് ചെയ്ത് ഒരു കോർഡിനേഷൻ നമ്പർ ലോവർ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുക. ആ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റിലേക്ക് നമ്മളെ ഇൻകമിങ് ലിഗാൻഡ് വന്ന് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുക. അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ ഡിസോസിയേറ്റീവ് മെക്കാനിസം കാണുന്നുണ്ടോ? ML5X ആണ് നമ്മളെ ലിവിങ് ഗ്രൂപ്പ്. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ലീവ് ചെയ്തിട്ട് ML5 എന്ന് പറയുന്ന കോർഡിനേഷൻ നമ്പർ ഒന്ന് കുറഞ്ഞിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇനി ഈ ഇന്റർമീഡിയറ്റിലേക്ക് നമ്മളെ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ Y അസോസിയേറ്റ് ചെയ്ത് ML5Y ഫോം ചെയ്യും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പൊ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ആര് മാത്രമേ ഉള്ളൂ? ML5X എന്ന് പറയുന്ന നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന റിയാക്റ്റന്റ് കോർഡിനേഷൻ കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ. അതേസമയം എന്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല? ഇൻകമിങ് ലിഗാൻഡ് Y എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവോൾവ് അല്ല. ദാറ്റ് മീൻസ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഓവറോൾ റിയാക്ഷന്റെ റേറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ML5X എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതതിന്റെ റിയാക്ഷന്റെ മെക്കാനിസം പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമ്മളെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നിന്ന് എക്സ് ലീവ് ചെയ്തു. അപ്പോൾ ഒരു 5 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ആയി. ആ 5 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ് സ്ക്വയർ പിരമിഡലോ ട്രയഗണൽ ബൈ പിരമിഡലോ ആവാം. അത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് ഉള്ള എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റീവ് എന്ന് പറയുന്ന സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ വന്ന് അസോസിയേഷൻ നടക്കുക. അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. എന്നിട്ട് നമ്മൾ ഒക്ടാഹെഡ്രൽ ന്യൂ കോംപ്ലക്സ് ഫോം ചെയ്തു. The dissociative mechanism predicts that the rate of overall substitution reaction depends only on the concentration of the original complex ML5X and is independent of the concentration of the incoming ligand Y. So, overall rate can be written as K1 into concentration of ML5X. നമ്മൾ ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിലുള്ള ആ സ്റ്റെപ്പുകൾക്ക് നമുക്ക് എക്സാമിനേഷൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് ഡിസോസിയേറ്റീവ് മെക്കാനിസം ടിപ്പിക്കലി റിക്വയർ എ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിസോസിയേഷൻ നടന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ അസോസിയേഷൻ നടക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അതിൽ എഴുതിയിട്ടുള്ളതാണ് ML5X ഇക്വിലിബ്രിയാണ്. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് K1 റിവേഴ്സ് റിയാക്ഷൻ K-1. അപ്പൊ ഇതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഇന്റർമീഡിയറ്റിന് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്താൽ ഇവിടെ ഏതാണ് ഇന്റർമീഡിയറ്റ്? ML5 ആണ് ഇന്റർമീഡിയറ്റ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ വിത്ത് ടൈം ഇസ് ഈക്വൽ ടു 0 ആണ്. അത് അപ്ലൈ ചെയ്തതാണ്. അപ്പം dML5 ഡിവൈഡ് ബൈ dt is equal to K1 into concentration of ML5X minus K-1 into ML5 into X minus K2 into ML5 into Y is equal to 0. അതിൽ നിന്ന് നമുക്ക് ഇന്റർമീഡിയറ്റിന്റെ concentration of ML5 is equal to K1 into ML5X divided by K-1X plus K2Y എന്ന് കിട്ടും. ഇനി നമ്മളെ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലാണ്. അപ്പൊ റേറ്റിലോ എന്താണ് വരിക? K2 into concentration of ML5 into concentration of Y ആണ് റേറ്റിലോ വരിക. അപ്പൊ നമുക്ക് ആ ML5ന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കിട്ടി സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ വഴി. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ K2 into K1 into ML5X into Y divided by K-1 X plus K2 into Y എന്നാണ് റേറ്റ് ഇക്വേഷൻ കിട്ടുക. ഇനി ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സിന്റെ കോൺസെൻട്രേഷൻ താഴെയാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. വിച്ച് മീൻസ് ഇപ്പം എക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പം ഇപ്പൊ നമ്മളെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ML5 ആണ്. ML5 എക്സുമായിട്ട് റിയാക്ട് ചെയ്താൽ നമ്മളെ ഇനീഷ്യൽ റിയാക്റ്റന്റ് തന്നെ ഫോം ചെയ്യും. ML5 Y ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റും ഫോം ചെയ്യും. അപ്പം എക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ML5 കൂടുതലായിട്ടും എക്സുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ ഡിക്രീസ് ചെയ്യും. അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട്
ഇപ്പം നമ്മൾ സാധാരണ ചെയ്യലില്ല, റൈറ്റ് ഇക്വേഷൻ ഒക്കെ കിട്ടുമ്പോൾ അപ്രോക്സിമേഷൻസ് അപ്ലൈ ചെയ്യാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് വെരി ഹൈ, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് വൈ ഈസ് വെരി ഹൈ. ഈ രണ്ട് അപ്രോക്സിമേഷൻസ് അപ്ലൈ ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞത് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വൈ. അപ്പൊ എന്താവും? എക്സിന്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് താഴെ K2y എന്നുള്ള ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്താവും? K2 K1 concentration of ml5x into y divided by K minus 1 into concentration of x എന്ന് കിട്ടും. ഇനി if the concentration of y is very much greater than concentration of x ആണെങ്കിൽ അപ്പൊ നമുക്ക് y greater ആവുമ്പോൾ x ന്റെ ടേമിനെ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് K1 K2 ml5x y divided by K2 into y ആ കിട്ടും. അപ്പൊ K2 കട്ട് ചെയ്യും, y യും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് K1 into concentration of ml5x എന്നതാവും നമ്മളെ ഇക്വേഷൻ. അങ്ങനെ അപ്പൊ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുക? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ml5x if the concentration of y is very much greater than x എന്ന് നമുക്ക് അവിടുന്ന് കിട്ടും. ഇത് നമ്മളെ ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിന് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്ത് റേറ്റ് ലോ ഡിറൈവ് ചെയ്ത് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് അസോസിയേറ്റീവ് ടൈപ്പ്, ദാറ്റ് മീൻസ് SN2 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് പറയാനുള്ളത്. SN2 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം, ദാറ്റ് ഈസ് അസോസിയേറ്റീവ് മെക്കാനിസം. The reaction intermediate is formed by including the incoming ligand in the coordination sphere and has higher coordination number than the reactants or products. അപ്പം റിയാക്ഷൻ നടക്കുന്നത് നോക്കിയേ. അസോസിയേറ്റീവ് മെക്കാനിസം പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ റിയാക്റ്റന്റിലേക്ക് ഇൻകമിങ് ലിഗാൻഡ് വന്ന് അസോസിയേഷൻ നടന്നു. ദിസ് ഇസ് ദ സ്ലോവസ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അങ്ങനെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. ഇന്റർമീഡിയറ്റിന്റെ കോർഡിനേഷൻ നമ്പർ നമ്മൾ റിയാക്റ്റന്റിന്റെ കോർഡിനേഷൻ നമ്പറിനേക്കാളും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം 6 ആയിരുന്നു കോർഡിനേഷൻ നമ്പർ, ഇപ്പോൾ ഇന്റർമീഡിയറ്റിൻ്റെത് 7 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ആണ്. ഇനി ആ ഇന്റർമീഡിയറ്റിൽ നിന്ന് നമ്മളെ ഓൾറെഡി ഉണ്ടായിരുന്ന കോംപ്ലക്സിൽ ഉണ്ടായിരുന്ന ലിഗാൻഡ് അത് ലീവ് ചെയ്തു. ലിവിങ് ലിഗാൻഡ് എലിമിനേറ്റ് ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. ഇങ്ങനെയാണ് മെക്കാനിസം നടക്കുന്നത്. അപ്പൊ എന്താണ് ഇതൊന്ന് പിക്ചോറിയലി കാണിച്ചതാണ്. ഫസ്റ്റ് സ്റ്റെപ്പില് സ്ലോവസ്റ്റ് സ്റ്റെപ്പില് ഇൻകമിങ് ലിഗാൻഡ് വന്നു, 7 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. ഫാസ്റ്റ് സ്റ്റെപ്പില് അതിൽ ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ ഇൻകമിങ് ലിഗാൻഡ് ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ഇൻകമിങ് ലിഗാൻഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെ. അപ്പൊ എന്താണ് ഓവറോൾ റിയാക്ഷൻ റേറ്റ് സെക്കൻഡ് ഓർഡർ ആണ്. അതാണ് ഈ SN2 എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസോസിയേറ്റീവ് ടൈപ്പിൽ SN1 എന്ന് പറയാൻ കാരണം അവിടെ റിയാക്ഷന്റെ റേറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സ്. അപ്പൊ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അതിനെ SN1 എന്ന് പറഞ്ഞത്. Rate determining step is the collision between the original complex ml5x and the incoming ligand y to produce a 7 coordinated intermediate ml5xy. The second fastest step is dissociation of x ligand to produce the desired product. The associative mechanism predicts that the rate of reaction depends on the concentration of ml5x and y. So overall rate of reaction is second order, that is SN2 substitution ആണ്. If we determine the rate law for the concentration, if it depends only on ml5x, then it is dissociative. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് ml5x മാത്രം ഡിപ്പെൻഡ് ചെയ്യണതാണ് റേറ്റ് ലോ എന്നുണ്ടെങ്കിൽ അത് ഡിസോസിയേറ്റീവ് ആണ്. ml5x കോൺസെൻട്രേഷൻ ഓഫ് വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അസോസിയേറ്റീവ് ആണ്. ബട്ട് കോർഡിനേഷൻ കെമിസ്ട്രി കൈനറ്റിക്സ് ആർ നോട്ട് ക്വൈറ്റ് സോ സിമ്പിൾ. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടില്ല. ദ ആക്ച്വൽ മെക്കാനിസം മേ ബി മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദോസ് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ എ മെക്കാനിസം ആൻഡ് ബി മെക്കാനിസം. Experimental condition may mask the dependence of a rate on the concentration of the incoming ligand. For an associative mechanism, we have seen that the rate determining step is the collision between the original complex
and incoming ligand, a 7-coordinated intermediate is formed. Second faster step il X ligand eliminate ചെയ്തിട്ട് നമ്മൾ desired product form ചെയ്യുന്നുണ്ട്. But this is not strictly the case when Y is H2O. Incoming ligand H2O ആവുമ്പോൾ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നടക്കില്ല. The concentration of water is so large that is essentially a constant. We cannot dilute water. Concentration of water excess ആയതുകൊണ്ട് റേറ്റ് എന്താവും? ആ Y നമ്മളെ റേറ്റ് is equal to K1 into concentration of ml5x into concentration of Y എന്നുള്ള Yയുടെ സ്ഥാനത്ത് H2O large excess ആയതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആവും. അപ്പൊ റേറ്റ് is equal to K1 into concentration of ml5x എന്നാവും. That means അത് ഫസ്റ്റ് ഓർഡർ തന്നെയാവും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇന്റർചേഞ്ച് മെക്കാനിസം ആണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. നമ്മളിപ്പം പറഞ്ഞ രണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അസോസിയേറ്റീവും ഒന്ന് ഡിസോസിയേറ്റീവും. അതിൽ രണ്ടിലും ഒരു സ്റ്റെപ്പിൽ ആദ്യം ലിഗാൻഡ് എലിമിനേറ്റിംഗ് ലിഗാൻഡ് ആദ്യം എലിമിനേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇൻകമിങ് ലിഗാൻഡ് അസോസിയേഷൻ നടന്നു. മറ്റതിലെന്താ ആദ്യം ഇൻകമിങ് ലിഗാൻഡ് വന്ന് അസോസിയേഷൻ നടന്നതിന് ശേഷം നമ്മൾ എലിമിനേറ്റിംഗ് ലിഗാൻഡ് എലിമിനേറ്റ് ചെയ്തു. അപ്പം രണ്ട് സ്റ്റെപ്പായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇന്റർചേഞ്ച് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകമിങ് ലിഗാൻഡ് വരുന്നതും എലിമിനേറ്റിംഗ് ലിഗാൻഡ് ലിവിങ് ലിഗാൻഡ് ലീവ് ചെയ്യുന്നതും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നടക്കണം. അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. അതാണ് ഇന്റർചേഞ്ച് മെക്കാനിസം. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് ഉണ്ട് IA, ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് ഉണ്ട് ID. അപ്പം IA എന്ന് പറയുന്നത് ബോണ്ട് മേക്കിംഗ് ഇമ്പോർട്ടന്റ് ആകുമ്പോൾ IA ആണ്. അത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ബോണ്ട് ബ്രേക്കിംഗ് ഇമ്പോർട്ടന്റ് ആകുമ്പോൾ ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് ID ആണ് വരിക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം. അപ്പം റിയാക്ഷനിൽ ഇൻകമിങ് ന്യൂക്ലിയോഫൈലും ലിവിങ് ഗ്രൂപ്പും ഒന്നിച്ചുണ്ടാവും. നമ്മൾ റിയാക്ഷൻ കോർഡിനേറ്റ് പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ആസ് Y begins to bond, X begins to leave. Y ബോണ്ട് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ X ലീവ് ചെയ്യാൻ തുടങ്ങും. The bond making to Y and bond breaking to X occurs simultaneously. ഒറ്റയടിക്കാണ് അവിടെ നടക്കുന്നത്. Although we speak generally about associative and dissociative reaction mechanism, the term A and D are reserved for situation where 7 and 5 coordinated intermediate have actually been isolated and positively identified. നമുക്ക് 7 കോർഡിനേറ്റഡും 5 കോർഡിനേറ്റഡും ഇന്റർമീഡിയറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് A അല്ലെങ്കിൽ D മെക്കാനിസം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്ത സമയത്ത് ഇല്ല എന്താണ് ID അല്ലെങ്കിൽ IA മെക്കാനിസം ആണ് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാവുക. ഇതാ കാണുന്നുണ്ടോ? ഇന്റർചേഞ്ച് മെക്കാനിസം പറഞ്ഞാൽ ml5x plus y gives ml5y plus x. ഇന്റർമീഡിയറ്റ് ഇല്ല, നേരെ പ്രൊഡക്റ്റ് ഫോർമേഷൻ. അപ്പം ഇൻകമിങ് ന്യൂക്ലിയോഫൈല് ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ലിവിങ് ലിഗാൻഡ് ലീവ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ml5xനെയും yനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് അവിടെ dml5y/dt is equal to K1 into concentration of ml5x into concentration of y. If the interchange reaction is reversible, a more complicated treatment is required. അത് റിവേഴ്സിബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി റിവേഴ്സിബിൾ ആണെങ്കിൽ കണ്ടോ ml5x plus y equilibrium K1 K-1 form ml5y plus x. ഇനി rate of this reaction K1 into concentration of ml5x minus K-1 into concentration of ml5y. ഇതിന്റെ കൈനറ്റിക് ട്രീറ്റ്മെന്റ് നടന്നപ്പം I and D mechanism can be differentiated in principle since increasing concentration of Y will not lead to saturation kinetics and I as predicted when a D mechanism is operative. ഇനി ഇതില് ID and IA എപ്പോഴാ സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നോക്കിയേ, two variations on the interchange mechanism are ID and IA. Associative interchange and dissociative interchange. The difference is the relative strength of mx and my bond in the transition state. But transition state x leave ചെയ്യുന്നുണ്ട്, y വന്ന് join ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും simultaneous ആയിട്ട് നടക്കണം. If the bonding between the incoming ligand and metal is more important, the transition state, it is IA mechanism.
എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് മെക്കാനിസം ഇമ്പോർട്ടന്റ് ആവുന്നത് ബോണ്ടിങ് ബിറ്റ്വീൻ ഇൻകമിങ് ലിഗാൻഡ് ആൻഡ് മെറ്റൽ ഈസ് മോർ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ MY ബോണ്ട് മോർ സ്ട്രോങ്ങർ ദാൻ MX ബോണ്ടിനാവുമ്പം അത് ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ഇൻകമിങ് ലിഗാൻഡ് ബോണ്ട് ഫോർമേഷൻ ആണ് പെട്ടെന്ന് നടക്കുന്നത്. അതാണ് മോർ ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ അത് IA ആയിരിക്കും. അതേസമയം ബോണ്ട് ബ്രേക്കിംഗ് MX ബോണ്ട് ബ്രേക്കിംഗ് ആണ് മോർ ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ അത് ID ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ IA ആൻഡ് ID മെക്കാനിസംസ് പറയുന്നത്. റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്താം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഓക്കെ, താങ്ക് യു.